സംസ്ഥാന സർക്കാരിന്റെ ഭവനപദ്ധതി ആദ്യഘട്ടം പൂർത്തിയായി. പക്ഷേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തറക്കല്ലിട്ടതല്ലാതെ ഒരു നടപടിക്രമങ്ങളും നടത്തിയില്ല. അത് ജനങ്ങളെ പറ്റിക്കാനാണ് എന്ന് കരുതുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാവരും കാണുന്ന കാര്യമാണല്ലോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്നപ്പോൾ അവിടെയുള്ള പുനരധിവാസത്തിൻ്റെ കാര്യം അതൊരു ഏകപക്ഷീയമായ കാര്യമായിട്ടല്ല ഞങ്ങൾ കണ്ടത്. നമ്മുടെ നാടിനേറ്റ ദുരന്തം നാട് നിർവഹിക്കേണ്ട ഒരു കാര്യം ഈ നിലക്കാണ്. പക്ഷേ നാട് നിർവഹിക്കേണ്ട കാര്യമാകുമ്പോൾ സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. ആ മുൻകൈ സർക്കാർ എടുക്കുന്നു. എന്നാൽ എല്ലാവരുടെയും സഹകരണം വേണം. അതിനുവേണ്ടി നമ്മുടെ പ്രതിപക്ഷ നേതാക്കളെ, അതായത് പ്രതിപക്ഷ നേതാവും ഉപനേതാവും രണ്ടാളുകളെയും വിളിച്ച് ചർച്ച ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം. എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് വേണ്ടത്, വീട് നിർമ്മാണം എങ്ങനെ വേണം, അതിൻ്റെ വീട് നിർമ്മാണ ചുമതല എങ്ങനെ കൊടുക്കണം, ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് ആളുകൾ തരുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കണം, ഒരു വീടിന് എത്ര പണം തീരുമാനിക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കുകയല്ല. ആ തീരുമാനങ്ങൾ ഇവരുമായിട്ട് കൂടി ചർച്ച ചെയ്താണ് എടുക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം പിന്മാറിക്കണം. എല്ലാവരും ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുകയാണ്. പണം ഓഫർ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഞങ്ങൾ ഇത്ര വീട് തരും, ഇത്ര വീട് തരും എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്. പക്ഷെ നമുക്കെല്ലാം ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. ഒന്നിച്ച് കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. അത് ഇപ്പം നമുക്ക് പണം തരാമെന്ന് പറയുന്നവർ, വീട് നിർമ്മിച്ചു തരാമെന്ന് പറയുന്നവർ, ആ വീട് നിർമ്മിച്ചു തരുന്നതും തരാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ധാരണയാകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഘട്ടത്തിൽ പറയായിരുന്നു, ഇപ്പോൾ പണം തരാമെന്ന് പറഞ്ഞ് വീട് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞു, അവർ പിന്നെ പിൻവാങ്ങിയാൽ അതവിടെ ഇടാൻ പറ്റില്ല. ഈ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സർക്കാർ ആ ബാധ്യത നിറവേറ്റാൻ പൂർണ്ണമായും തയ്യാറാകുന്നുണ്ട് എന്ന കാര്യം ഇവരോട് തന്നെ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതായിരുന്നില്ല. വെറുതെ പറയുന്നതാണെന്ന് അവർക്കത് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ പല അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് പണം തന്നില്ലെങ്കിലും സർക്കാരിന് നിറവേറ്റേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ആദ്യം ലീഗ് പിൻവാങ്ങി. എന്താണ് ലീഗ് പിൻവാങ്ങാൻ കാരണം? എന്തിനാണ് ലീഗ് പ്രത്യേകമായിട്ട് ഒരു വീടുകൾ നിർമ്മിക്കുന്നത്? എന്തിനാണ് ഈ ദുരന്തബാധിതരായ ആളുകളെ മറ്റൊരു തരത്തിൽ കാണുന്നത്, അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നത്? ഇവിടെ ടൗൺഷിപ്പ് എന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരാശയം മാത്രമല്ല. അന്ന് ദുരന്തബാധിതർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞവരാണ്, നിങ്ങൾ നഷ്ടപരിഹാരം നൽകിയാൽ ഞങ്ങൾ പല കൊമ്പത്താവും, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ ഒരിടം വേണം, ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്, അതിന് പറ്റിയൊരു സാഹചര്യം സൃഷ്ടിക്കണം. അപ്പോൾ ഒന്നിച്ച് കഴിയണമെന്ന അവരുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഇവിടെ ഈ പറഞ്ഞ ടൗൺഷിപ്പ് എന്ന ആശയം എടുക്കുന്നത്. എന്നാൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ ഒറ്റപ്പെട്ടതുണ്ടാവും. ഇവിടെ വേണ്ട, മറ്റൊരു സ്ഥലത്ത് പോകാം, മറ്റു ചില കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം, അങ്ങനെയൊക്കെ ഉള്ളവർ ചിലപ്പോൾ ഉണ്ടാകും. അവർക്ക് കൊടുക്കേണ്ട പൈസ എത്രയാണെന്ന് കണക്കാക്കി. ഇവരെന്തിനാണ് പ്രത്യേകമായിട്ട് പോയത്? ഏതായാലും അവർ സ്ഥലം എടുത്ത് നടപടികൾ നീക്കി. കോൺഗ്രസ് അപ്പോഴും മറ്റൊരു നില സ്വീകരിച്ചിട്ടില്ല. അപ്പോഴും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസും ആ വഴിക്ക് പോയി. ചുരുക്കത്തിലെന്താ, പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായുള്ള പണം കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ആ പണം കോൺഗ്രസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ വക എന്ന് പറഞ്ഞ വീടുകളുണ്ട്, അതൊന്നും കാണാനില്ല. കർണാടക ഗവൺമെൻറ് തരുന്ന വീട് കർണാടക ഗവൺമെൻറ്റാണ്, അത് കോൺഗ്രസിൻ്റെതാണെന്ന് കാണാൻ പറ്റില്ല. നമ്മളെ ഗവൺമെൻറ്റും ചില ദുരിതബാധിത പ്രദേശങ്ങളിൽ നേരത്തെ സഹായം നൽകിയിട്ടുണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെ വകയുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് പറഞ്ഞ കാര്യം ഇതേവരെ പ്രാവർത്തികമായിട്ടില്ല. അതിലൊന്നും ആശ്ചര്യപ്പെടേണ്ടതില്ലല്ലോ, അത് കണക്ക് തന്നെ വ്യക്തമല്ലല്ലോ. പിരിച്ചു എന്നുള്ളത് ശരിയാണ്.
പണം ആർക്ക് കിട്ടി? ദുരന്ത ബാധിതർക്ക് ഇതേ വലിയൊരു സഹായവും കിട്ടിയിട്ടില്ല. അതാണ് വസ്തുത. അല്ല, അതിനെപ്പറ്റി ഇപ്പം ഇനി പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ തീരുമാനം ഈ തീരുമാനത്തിന് പിന്നെ എൻ്റെ അംഗീകാരമില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റായ കാര്യമാണ്. കാരണം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്, അവസാന തീരുമാനം എടുക്കുന്നത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിൻ്റെ ഭാഗമായുള്ള ആലോചനകളിലെല്ലാം ഞാനും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇത്തരം ആൾക്കാരുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തില്ല. അവർ തീർത്തും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചതാണ്, വർഗവഞ്ചന കാണിച്ചതാണ്. അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന നിലയാണ് ആ മണ്ഡലം സ്വീകരിക്കുക. ഏത് മണ്ഡലമായാലും ആ മണ്ഡലം സ്വീകരിക്കുക. അതാണ് നില. അത് നിങ്ങൾ തന്നെ കണക്കാക്കിയാൽ മതി. ഡീലിനെ പറ്റിയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേത് ഡീലിലാണ് പെടുകയെന്ന് അവര് കോൺഗ്രസ് തന്നെ പറയട്ടെ. ഏത് ഡീലിലാണ്? ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് BJPയുടെ നിന്ന് അടക്കം അതും നിശ്ചിത എണ്ണം കൃത്യമായിട്ട് ഇത്ര വോട്ട് എന്ന് വാങ്ങാൻ പറ്റുമെന്ന നില വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഡീലാണെന്ന് അവർ തന്നെ പറയേണ്ടതാണ്. ഞാനെല്ലാവരും അത് പറയേണ്ടത്. ആദ്യമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ബഫർ സോൺ വിഷയം, വന്യജീവി വിഷയം, അതുപോലെ തന്നെ റബ്ബർ വിഷയം, ഇതൊക്കെ സഭകൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളായിരുന്നു. അത് പരിഹരിക്കാൻ സാധിച്ചു. സഭകൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഏറ്റവും പുതിയതായിട്ട് പറഞ്ഞ ഭാഷയിൽ നീട്ടുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് അസംശയം. അതിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും സഭകൾ അഭിപ്രായം പറയാറുണ്ട്. എല്ലാവരും അഭിപ്രായം പറയാറുണ്ട്. നമ്മുടെ നാടിന് ചേരുന്ന തീരുമാനങ്ങളാണ് പൊതുവെ സ്വീകരിക്കാറ്. ചിലത് അവർ പറഞ്ഞ അഭിപ്രായം ഉണ്ടാകും, ചിലത് പറയാത്ത അഭിപ്രായം ഉണ്ടാകും. പക്ഷേ നാട്ടുകാർക്ക് എന്താണോ ആവശ്യം അത് കണ്ടുകൊണ്ടുള്ള തീരുമാനമാണ് പൊതുവെ എടുത്തു പോകുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാകാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെയായിരുന്നു പിണറായി വിജയന്റെ നേർക്കുനേർ അറ്റാക്ക്. വസ്തുത വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രൊഫഷണൽ ഏജൻസികളെ വെച്ചുകൊണ്ട് നുണ പ്രചരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. നുണകളെ ആശ്രയിച്ചാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്. കേരളത്തിന് സംസ്കാരത്തിനൊത്ത നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്തും വിളിച്ചു പറയുന്ന ഗൂഢസംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ തുടർച്ചയായ 3 ദിവസങ്ങൾ നമ്മൾക്കിടെ ഡീൽ ആരോപണത്തിൽ ഇന്നും ചോദ്യമുണ്ടായി. പക്ഷേ അതിലേക്ക് വിശദമായ മറുപടിയിലേക്ക് പോയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നൊരു പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീട്ടിൽ പോയി ചോദിക്കുക എന്നുള്ള പ്രതികരണത്തിന് മറുപടി അതിരൂക്ഷ വിമർശനങ്ങൾ നടത്തിയിരുന്നു പ്രതിപക്ഷം. അതിനുള്ള മറുപടി കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. മുഖ്യമന്ത്രി പറയുന്നത് നുണകൾ പറയുകയാണ് പ്രതിപക്ഷ നേതാവ്, നുണകൾ പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. നുണകൾ പ്രചരിപ്പിക്കാൻ ഒരു പ്രൊഫഷണൽ PR സംഘത്തെ വെച്ചിരിക്കുന്നു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രി ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് തിരിച്ചടിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.